തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വേദിയിൽ ഓരോരുത്തരെയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്ന് തോന്നില്ല. എന്തെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ലഹരിയുടെ അല്ലെങ്കിൽ ലഹരിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. നമ്മുടെ പുതുതലമുറയെ അല്ലെങ്കിൽ യുവതലമുറയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ലഹരി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ കുറച്ച് കുട്ടികളെ ഉള്ളൂ, അല്ലെങ്കിൽ 150-അധികം കുട്ടികൾ മാത്രമേ, 150-നകത്ത് കുട്ടികൾ മാത്രമേ ഹൈസ്കൂളിലുള്ളൂ എന്നൊക്കെ പറയാമെങ്കിൽ പോലും, പക്ഷെ നമ്മുടെ സ്കൂളിൽ ഇരിക്കുന്ന മക്കളിൽ, ഈ 150 മക്കളിൽ തന്നെ ഈ ലഹരിയുടെ ഉപയോഗമോ അതിന്റെ സാമ്പിളുകളോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധമോ ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ നടത്താനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്. കാരണം ധൈര്യമായിട്ട് ശിരസ്സുയർത്തി ഈ ലഹരിക്കെതിരെ ഒരു പാട്ടിറങ്ങിയതുപോലെ ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ഇത് വളരെ ഉച്ചത്തിലും നമ്മൾ ഉച്ചം കൊള്ളുന്നില്ല. കാരണം മക്കളുടെ സഹോദരങ്ങളാണ്, നമ്മുടെ വിദ്യാലയത്തിലിരിക്കുന്ന മക്കളുടെ സഹോദരങ്ങളാണ് അടുത്ത വിദ്യാലയത്തിലിരിക്കുന്ന മക്കളും. ഇവർ വെളിയിൽ ഇറങ്ങുമ്പോൾ ഇടപഴകുന്നത് ആ മക്കളുമായിട്ടാണ്. അറിയാം, മസ്തിഷ്കത്തെ നിയന്ത്രിക്കുന്ന ധാരാളം കോടിക്കണക്കിന് ന്യൂറോണുകളാണ്. ആ ന്യൂറോണുകളെ കൺട്രോൾ ചെയ്യുന്നത് ധാരാളം കണക്ഷനുകളാണ്. ഈ ന്യൂറോണുകളും കണക്ഷനുകളും കൊടുക്കുന്ന അറിയിപ്പിനനുസരിച്ച് നമ്മുടെ തലച്ചോർ തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നാം ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ കണക്ഷനുകളെയും ന്യൂറോണുകളെയും, നമ്മുടെ തലച്ചോറിലെ കണക്ഷനുകളെയും ന്യൂറോണുകളെയും പുറത്തൊരാൾ വന്നിട്ട് വലിച്ചു പുറത്തിട്ടാൽ എന്ത് സംഭവിക്കും? ഒരു പ്രവർത്തനവും നേരായ രീതിയിൽ നടക്കില്ല. ഇത് തന്നെയാണ് ലഹരിക്കടിപ്പെട്ട വ്യക്തികൾ. സാറിനെ ഇന്നത്തെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വളരെ എന്താ പറയുക, ഒരു മാസം കൊണ്ട് ആ കാരണത്തിന്റെ പുറത്താണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. കാരണം പത്രങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലും ദൃശ്യ ശ്രവ്യ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ ദിവസവും ഒരു കൊലപാതകം അല്ലെങ്കിൽ 2 കൊലപാതകം കാണുന്നുണ്ട്. ഈ പ്രവണതയിലേക്ക് നമ്മുടെ സമൂഹം കടന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പുറമേ നിന്ന് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇതിന്റെ എല്ലാം പിന്നില് ലഹരി എന്ന് പറയുന്ന ഒരു വൻ വിപത്താണ് കാരണമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ വ്യാപകമായിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കേരളമൊട്ടാകെ നടന്നു വരുന്നത്. അപ്പോ കിണറ്റിലിട്ട് കൊന്നു, സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. പത്രം എത്ര പേര് വായിച്ചിട്ടുണ്ട്, എത്ര പേര് ഈ വാർത്ത കണ്ടു എന്നെനിക്കറിയില്ല. ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു പയ്യനെ കുത്തിക്കൊന്നു. സ്വന്തം സഹോദരിയെ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് 21 വയസ്സായ പയ്യനെ 22 വയസ്സായ പയ്യൻ കുത്തിക്കൊന്നു. പെട്രോളുമായിട്ട് വീട്ടിൽ ചെന്നു, കത്തിക്കാൻ നോക്കി, നടന്നില്ല, കുത്തി പരിക്കേൽപ്പിച്ചു. ആ 21 വയസ്സുള്ളവരായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാളെ നമ്മൾ ക്രൂശിക്കപ്പെടുമെന്ന് അറിഞ്ഞിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തില് ഇവരെ ഞങ്ങള് പിന്തുടരാറുണ്ട്, പിടിക്കാറുണ്ട്. പക്ഷെ പിടിച്ചാൽ ചിലപ്പോൾ പലരും പറയും അവനെ ഇതിലെ കൂടെ ഇങ്ങനെ പറന്നുപോയി, അവനെ അവിടെ ഇട്ട് പിടിച്ചു പോലീസ്, അവനെ അവിടെ കൊണ്ടുവന്നിട്ട് അവൻ്റെ പൈസയും വാങ്ങിയിട്ട് പറഞ്ഞു വിട്ടു എന്ന് പറയും. അല്ലെന്നല്ല, നമുക്കത് പിന്നെ 3 പേര് 4 പേര് കയറി പോകുന്ന ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ബൈക്കുകൾ കാണുമ്പോൾ കൈ കാണിക്കാനോ അവരെ അനുകരിക്കാനോ ഒരു കാരണവശാലും നിൽക്കരുത്. അപ്പോ എന്തായാലും എനിക്ക് ഒത്തിരി സമയം കൊണ്ടുണ്ട്, പെട്ടെന്ന് വിളിച്ചാണ് ഞാൻ വേറെ ആവശ്യത്തിന് പോകാനിരിക്കുമ്പോഴാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് നടന്നു പോകുന്ന വെള്ളട SHO പ്രസാദ് സാർ, സ്കൂളിൻ്റെ മാനേജർ, പ്രിയ സുഹൃത്ത് മണിയണ്ണാണ്, താളത്രയം ഗ്രന്ഥശ ഈ ലഹരി നിർമ്മാർജ്ജനം മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സാധാരണ ആർക്കൊക്കെയാണ്
അല്ലെങ്കിൽ ആരാണ് നിയമത്തിന് വിധേയരാകേണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്നത് മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ക്രൈം അല്ലാത്തത്. 7 വയസ്സിന് മുകളിൽ 18 വയസ്സിന് താഴെയുള്ള ആളുകളെ ജുവനൈൽ ഡെലിൻക്വൻസി എന്നാണ് പറയുക. അവര് നിയമത്തിന് പൊരുത്തപ്പെടാത്ത കുട്ടികൾ എന്നാണ് പറയുക. അതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ട്. രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ആ നിയമം അനുസരിച്ച് നിയമത്തിന് പൊരുത്തപ്പെടാത്ത കുട്ടികളാണ് 7 വയസ്സ് മുതൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ലഭിച്ചുകൊണ്ടിരുന്നത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടുമെന്ന ഒരു ഗണത്തിൽ കുട്ടികളെ വളർത്തിയാൽ ഇത് അപകടത്തിലേക്ക്. അമ്മയുടെ അംഗീകാരം ലഭിക്കുന്ന സമയത്ത് കേരള സർക്കാർ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ കുറെ നല്ല വിദ്യാഭ്യാസവും നല്ല സ്വഭാവ രൂപീകരണം നടക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഈ കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ മറ്റ് സ്കൂളുകളെക്കാൾ ആദ്യമായി നിങ്ങൾ നടത്തിയ ഈ പരിശ്രമത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അവസാനിക്കും. ലഹരി വിരുദ്ധ കൂട്ടായ്മയ്ക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതിലൂടെ എന്നെ അറിയുന്നവരും എനിക്കറിയുന്നവരുമായ അമ്മമാരും സഹോദരന്മാരും ഇവിടെ സന്നിധരായിരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അവരുടെ പുത്തൻ തലമുറയിലേക്ക് കാൽവെച്ചിരിക്കുന്ന കൊച്ചുമക്കളെയും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഈ ലഹരി എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ വാറ്റുചാരായം നമ്മുടെ നാട്ടില് അന്ന് പോലീസ് റെയ്ഡ് നടത്തി വാറ്റുചാരായവും കോടയിൽ പിടിക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സിന്തറ്റിക്കായി ഉള്ള ചാരായം വന്നു. അതിന് പ്രത്യേക സ്ക്വാഡുകളുണ്ടായി. അതിനുശേഷം സ്പിരിറ്റ് മാഫിയകളുടെ ലോകമായി. അങ്ങനെ സ്പിരിറ്റ് പിടിക്കുന്ന പോലീസിന്റെ വേട്ടകൾ നാട്ടിൽ നടന്നു. ഇതിനൊക്കെ സാക്ഷിത്വം വഹിച്ചാൽ 24 വർഷമായി മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളോട് കൂടെ നിൽക്കാതെയും മാറി നിന്നുകൊണ്ടും കൂടെ നിന്നുകൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്നെ അറിയാത്തവർ ഇഷ്ടം പോലെ ആൾക്ക് നേരിൽ കാണാത്തവരുണ്ട്, പേരറിയുന്നവരുണ്ട്. അപ്പൊ അത്തരത്തിൽ മാധ്യമ പ്രവർത്തന രംഗത്ത് ഈ ലഹരി വസ്തുക്കളുടെ ഉറവിടങ്ങളെ കണ്ടെത്തുന്ന നിരവധി പ്രതികളെ ശത്രുക്കളാകേണ്ട രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ചില ഭീഷണികൾ വന്നിട്ടുണ്ട്. തിരിച്ച് നമ്മുടെ ആരോഗ്യപരമായ ഭീഷണി തിരിച്ചും കൊടുത്ത് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ കൂടെ കൂടിയാണ്. അപ്പൊ പിന്നെ ഈ മക്കൾ എവിടെയാ പോകേണ്ടത്? തണലോ ഒരു താല്പര്യമുണ്ടായി. അലസതകളുണ്ടെങ്കിൽ അതിനെ പണ്ടൊക്കെ നമ്മൾ ഇമ്പോസിഷൻസ് ആണ്. വീട്ടിൽ ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ 100 തവണ എഴുതാൻ പറയും. വീട്ടിൽ വന്ന് കുത്തിയിരുന്ന് എഴുത്താണ് പേപ്പറിൽ. എന്നാലും തിരുന്തതൊന്നുമില്ല നമ്മള്. കാരണം അന്നത്തെ നമ്മുടെ അവസ്ഥ അതാണ്. ഇന്നങ്ങനെയല്ലേ. ഇന്ന് ട്യൂഷൻ സെന്ററിലുണ്ട്, അല്ലാതെ രക്ഷിതാക്കൾ വിദ്യാഭ്യാസമുള്ളവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഒരു അറ്റാച്ച്മെന്റ്. അത് നമ്മൾ പണ്ട് കാലങ്ങളിൽ വളർന്നു വരുമ്പോൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ 9-10 മണിക്കായിരിക്കും. കൊണ്ടുവരാൻ രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടത്. അതിന് മറ്റൊരു ഭാഗം എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്കോടൊപ്പം തന്നെ മറ്റൊരു ഭാഗം അധ്യാപകർക്കാണ്. ഒരു അധ്യാപകന് രാവിലെ 10 മണിക്ക് തന്നെ 9 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ വൈകുന്നേരം 3 മണി വരെ ഇരിക്കുന്ന കുട്ടിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അവന്റെ സ്വഭാവ ലക്ഷണങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളത് അധ്യാപകർക്കാണ്. 3 വർഷം മുമ്പ് കാരക്കുളം മെഡിക്കൽ കോളേജിന് സമീപം ഒരു പെൺകുട്ടിയെ കഴുത്തറുത്തിട്ട് അവൻ സ്വയം കഴുത്തറുത്ത് മരണപ്പെട്ടു. ഒരു 21 വയസ്സായിട്ട് കാമുകയാണ് കഴുത്തറുത്ത്. അവൻ വീട്ടിലെ കാപ്പി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവന്റെ അമ്മയെ പോയി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യപ്പെടുത്തി പറഞ്ഞതാണ് കാപ്പി കുടിച്ചോണ്ടിരുന്നവനാണ്. ആ കാപ്പി അങ്ങനെ വെച്ചിട്ട് ഇറങ്ങിപ്പോയി. വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ആത്മാർത്ഥമായി സഹകരിച്ച് പ്രയത്നിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനത്തിൽ ടീച്ചർ അറിയിക്കണം. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങൾ 4 പേര് നടന്നു വന്നപ്പോ എന്റെ കൂടെ വന്ന ഇന്ന പേരുള്ള അല്ലെങ്കിൽ ശ്രീകാന്തോ ശ്രീവിഷ്ണുവോ അവനിങ്ങനെ വേറെ ആളൊരു സംസാരിച്ചത് രഹസ്യം പറയുന്നത് കേട്ടു. അപ്പൊ ആ രഹസ്യത്തിൽ നമുക്കൂടെ ഇൻഫർമേഷൻ കൊടുത്താൽ നീ ഇങ്ങനെ വന്നിട്ട് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ആരുമായിട്ടാണ് സംസാരിച്ചെന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ അവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവനെ ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ അവനെ രക്ഷപ്പെടുത്താൻ കഴിയും. ഇത്തരം രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളും നിങ്ങൾ ഉണ്ടാവണം. എല്ലാവരും ആത്മാർത്ഥമായി ഈ ലഹരിക്കെതിരെ പോരാടുകയും അവരുടെ വിദ്യാഭ്യാസങ്ങൾ നല്ല രീതിയിൽ അവിടുത്തെ HM-നും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഏട്ടാ. ഈ സ്വാഗതം കേട്ടപ്പോ
സ്വാഗതത്തിൽ ഒരു അച്ഛൻ പറയുകയുണ്ടായി, അവരുടെ സ്കൂളിൽ ഒരു കുട്ടിയും ലഹരിക്ക് അടിക്റ്റല്ല, ലഹരി കഴിക്കില്ല എന്ന്. എന്ത് ചങ്കൂറ്റത്തോടുകൂടിയാണ് അജിത ടീച്ചർ ഇത് പറഞ്ഞു എന്ന് എനിക്കൊരു ബോധവുമില്ല. കാരണം 4 or 5 ഹൈസ്കൂളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഈ അടുത്ത കാലത്ത് അംഗീകാരം കിട്ടിയതും ഹയർ സെക്കൻഡറി െതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ ഒരു കാരണവശാലും ആരിലും ലഹരി അടിച്ചേൽപ്പിക്കില്ല. അതിന് അപ്പുറം വരുന്ന ഒരു 15%, അതിന് പകരം കൊന്നാലും കുടിച്ചേ ചാവുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാവുള്ളൂ. പിന്നെ കുടിച്ച് ഒരു ഗതികേടിൽ എത്തുമ്പോൾ നാട്ടുകാർ പിരിവും കൂടെ കൊടുക്കേണ്ടി വരും ഈ ദുഷ്ടന്മാർക്ക് വേണ്ടിയിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒഴിവാകുന്നതിന് വേണ്ടി ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മുതിർന്നവരെ ഉപദേശിക്കണമെന്നൊരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയ നീലകേശി വിദ്യാപീഠത്തിനും അതിന്റെ മാനേജ്മെന്റിനും പ്രവർത്തകർക്കും അധ്യാപകർക്കും ഒക്കെ എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അപ്പോ എനിക്കൊരു സ്കൂളിലെ പ്രഥമ അധ്യാപിക എന്ന നിലയിൽ 2 വാക്കുകൂടെ ഈ പറഞ്ഞ വ്യക്തികൾ സംസാരിച്ചതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഞാനോ നമ്മുടെ രഘുചേട്ടനോ അതുപോലെ ശ്രീമാൻ നട്ടറത്തല ഹരികുമാർ, മണിയണ്ടൻ ചേട്ടൻ തുടങ്ങി റോജി ഇതിൽപ്പെടുത്തുന്നില്ല, കുറച്ച് ജനറേഷൻ ഗ്യാപ്പുണ്ട്. അതുപോലെ അരിയോട് സജി ചേട്ടൻ ഇവിടെ കണ്ടില്ല. നമ്മുടെ അരിയോട് സജി ജനിച്ച് വളർന്നു വന്ന ആ സാഹചര്യം അല്ല ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ മണിയണ്ടൻ ചേട്ടൻ സംസാരിച്ചതുപോലെ ആവശ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കരഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഒക്കെ നമുക്ക് കിട്ടിയിരുന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന് വളരെ വിപരീതമായിട്ട് അല്ലെങ്കിൽ വാഴയ്ക്ക് വെള്ളം കോരുകയോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ, അച്ഛനും അമ്മയ്ക്കും എന്ത് ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തിയുണ്ടോ അതൊക്കെ നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ നമ്മളോട് സഹായിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നെ പോലുള്ളവരൊക്കെ വളർന്നു വന്ന ആ ഒരു കാലഘട്ടം. എന്നാൽ ഇന്ന് ജനിച്ചു വരുമ്പോഴേ ഈ രചേട്ടൻ പറഞ്ഞതുപോലെ ആഘോഷങ്ങളുടെ ഘോഷയാത്രകളാണ്. അപ്പൊ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ കാണുന്നത് സൗകര്യങ്ങളുടെയൊക്കെ ആഡംബരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അപ്പൊ ഇങ്ങനെ കുട്ടികൾസുഖമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അതിലുപരി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ കാണുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ മത്സരങ്ങൾ, അമ്മയ്ക്കും അച്ഛനും തിരക്ക് കൂടുന്നു, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഭാടങ്ങൾ നടക്കുന്നു. അപ്പൊ ശ്രദ്ധയും മറ്റു കാര്യങ്ങളൊക്കെ പണം ഉണ്ടാക്കാനോ അതുപോലെ സൗകര്യങ്ങൾ കൂട്ടാനോ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ കുറച്ച് കൂടുതൽ കർക്കശം കാണിക്കുന്നതിനോ അല്ല എങ്കിൽ തന്നെ അവിടെ ഒരു മത്സരം, ഞാൻ വലുതോ നീ വലുതോ എന്നുള്ള ഒരു ചിന്ത, പിന്നെ അവിടെ സംസാരിക്കുന്ന